ഹലോ, എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലാകാൻ പോവുകയാണ്. ഐ എം സോ എക്സൈറ്റഡ്. പിന്നെ നിങ്ങളൊക്കെ ഹാരി പോട്ടറിൻ്റെ മൂവീസ് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ എത്ര പ്രാവശ്യം മൂവി കണ്ടു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹാരി പോട്ടർ ആൻഡ് ഫിലോസഫർ സ്റ്റോൺ ഞാനൊരു 30 പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മൾ അവസാനം നിർത്തിയത് ഹാരിയും റോണും ഹെർമിയോണിയെ ട്രോളിൽ നിന്ന് രക്ഷിക്കുന്നിടത്താണ്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ജംപ് ഇൻടു ദ സ്റ്റോറി. തങ്ങൾ എന്ത് വലിയ കോലാഹലമാണ് ഉണ്ടാക്കിയതെന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷേ തീർച്ചയായും താഴെ മുഴക്കങ്ങളും ട്രോളിന്റെ ഗർജനവും കേട്ടിരിക്കണം. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ പ്രൊഫസർ മക്ഗോണാഗൽ മുറിയിലേക്ക് കുതിച്ചെത്തി. തൊട്ടു പിന്നാലെ ക്വിറലിനെയും പൊക്കിക്കൊണ്ട് സ്നേഹിപ്പും. ക്വിറൽ ട്രോളിലേക്കൊന്ന് നോക്കി ഒരു നേരിയ ഞരക്കം പുറപ്പെടുവിച്ച് നെഞ്ചത്ത് കൈവച്ച് പെട്ടെന്നൊരു ടോയ്ലറ്റിൽ ഇരുന്നു. സ്നേപ്പ് ട്രോളിന് മുകളിലൂടെ താഴ്ന്നു നോക്കി. പ്രൊഫസർ മക്ഗോണാഗൽ റോണിനെയും ഹാരിയെയും നോക്കുകയായിരുന്നു. ഹാരി അവളുടെ ദേഷ്യഭാവം ഇത്രയും തീവ്രതയോടെ ഒരിക്കലും കണ്ടിട്ടില്ല. അവളുടെ ചുണ്ടുകൾ വെളുത്തിരുന്നു. ഗ്രിഫിൻഡോറിന് 50 പോയിന്റുകൾ നേടാമെന്ന പ്രതീക്ഷ ഹാരിയുടെ മനസ്സിൽ നിന്ന് പൊടുന്നനെ മങ്ങി. എന്ത് കരുതിയിട്ടാണ് നീയൊക്കെ? പ്രൊഫസർ മക്ഗോണാഗൽ കോപം പരമാവധി നിയന്ത്രിച്ചു. തന്റെ വടിയും പൊക്കി നിൽക്കുന്ന റോണിനെ ഹാരി നോക്കി. നിന്നെ കൊല്ലാതിരുന്നത് നിന്റെ ഭാഗ്യം. നിങ്ങൾ എന്താ ഡോർമിറ്ററിൽ പോകാതിരുന്നത്? സ്നേപ്പ് ഹാരിയെ പെട്ടെന്ന് തുളച്ചു കയറുന്ന ഒരു നോട്ടം നോക്കി. ഹാരി തറയിലേക്ക് നോക്കി നിന്നു. റോൺ തന്റെ വടിയൊന്ന് താഴ്ത്തിയിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇരുട്ടിൽ നിന്ന് ഒരു ചെറിയ ശബ്ദമുയർന്നു. പ്ലീസ് പ്രൊഫസർ മക്ഗോണാഗൽ, അവർ എന്നെ അന്വേഷിക്കുകയായിരുന്നു. മിസ് ഗ്രേഞ്ചർ? ഒടുവിൽ ഹെർമിയോണിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞു. എനിക്ക് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കരുതിയതിനാലാണ് ഞാൻ ട്രോളിനെ അന്വേഷിച്ചു പോയത്. കാരണം ഞാൻ അവരെക്കുറിച്ചെല്ലാം വായിച്ചിട്ടുണ്ട്. റോൺ തന്റെ മാന്ത്രിക വടി താഴെയിട്ടു. ഹെർമിയോണി ഗ്രേഞ്ചർ ഒരു അധ്യാപികയോട് കള്ളം പറയുകയോ? ഇവരെന്നെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോയിരുന്നേനെ. ഹാരി അവൻ്റെ വടി അതിൻ്റെ മൂക്കിൽ കയറ്റി. റോൺ അതിൻ്റെ സ്വന്തം വടി ഉപയോഗിച്ച് അതിനെ വീഴ്ത്തി. അവർക്ക് വന്ന് ആരെയും വിളിച്ചുകൊണ്ട് വരാനുള്ള സമയമില്ലായിരുന്നു. അവരെത്തുമ്പോൾ അതിനെ കൊല്ലാൻ പോകുകയായിരുന്നു. ഈ കഥ അവർക്ക് പുതിയതല്ലെന്ന് തോന്നിപ്പിക്കാൻ ഹാരിയും റോണും ശ്രമിച്ചു. ഓ, അങ്ങനെയാണോ? പ്രൊഫസർ മക്ഗോണാഗൽ അവരെ 3 പേരെയും തുറിച്ചു നോക്കി. മിസ് ഗ്രേഞ്ചർ, ഫൂളിഷ് ഗേൾ, ഒരു ഭീമൻ ട്രോളിനെ ഒറ്റയ്ക്ക് നേരിടാൻ നീ എങ്ങനെ തീരുമാനിച്ചു? ഹെർമിയോണി തല കുനിച്ചു. ഹാരി ഒന്നും മിണ്ടിയില്ല. നിയമങ്ങൾക്ക് വിരുദ്ധമായി ഇതുവരെ ഹെർമിയോണി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ അവൾ അവരെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ താൻ ചെയ്തതുപോലെ അഭിനയിക്കുകയാണ്. സ്നേപ്പ് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? അതുപോലെയായിരുന്നു ഇതും. മിസ് ഗ്രേഞ്ചർ, ഇതിനായി ഗ്രിഫിൻഡോറിൽ നിന്ന് 5 പോയിന്റുകൾ എടുക്കും, പ്രൊഫസർ മക്ഗോണാഗൽ പറഞ്ഞു. നിന്നെക്കുറിച്ച് ഞാനിങ്ങനെ ഒരിക്കലും കരുതിയിരുന്നില്ല. പരിക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഗ്രിഫിൻഡോർ ടവറിലേക്ക് പോകാം. വിദ്യാർത്ഥികൾ അവരുടെ ഹൗസുകളിൽ ചെന്ന് വിരുന്ന് പൂർത്തിയാക്കുകയാണ്. ഹെർമിയോണി പോയി. പ്രൊഫസർ മക്ഗോണാഗൽ ഹാരിയിലേക്കും റോണിലേക്കും തിരിഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്കൊന്നും പറ്റാതിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഇയേഴ്സിൽ അധികം പേർക്കും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ട്രോളിനെ നേരിടാൻ കഴിയില്ല. നിങ്ങൾ ഓരോരുത്തർക്കും ഗ്രിഫിൻഡോറിന് വേണ്ടി 5 പോയിന്റുകൾ കിട്ടും. പ്രൊഫസർ ഡംബിൾഡോറിനെ ഇതറിയിക്കും. നിങ്ങൾക്കും പോകാം. അവർ ചേംബറിൽ നിന്ന് തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി. 2 നിലകൾ കയറുന്നതുവരെ അവരൊന്നും മിണ്ടിയില്ല. ട്രോളിന്റെ ഗന്ധത്തിൽ നിന്ന്
അകന്നു നിൽക്കുന്നത് ഒരു ആശ്വാസമായിരുന്നു. നമുക്ക് 10 പോയിന്റിൽ കൂടുതൽ ലഭിക്കേണ്ടിയിരുന്നു. റോൺ പിറുപിറുത്തു. ഓ, 5 കൂടുതൽ. ഹെർമിയോണിയിൽ നിന്ന് 5 എടുത്തിരുന്നല്ലോ. കുഴപ്പങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിച്ചത് അവൾ തന്നെ. റോൺ സമ്മതിച്ചു. അല്ലല്ല, നമ്മൾ അവളെ രക്ഷിച്ചു. നമ്മൾ അതിനെ ഉള്ളിൽ പൂട്ടിയില്ലായിരുന്നെങ്കിൽ അവളെ രക്ഷിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു. ഹാരി അവനെ ഓർമ്മിപ്പിച്ചു. അവർ തടിച്ച സ്ത്രീയുടെ ഛായാചിത്രത്തിൽ എത്തിയിരുന്നു. പിഗ് സ്നൗട്ട് എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് കയറി. പൊതുമുറി തിങ്ങി നിറഞ്ഞതും ബഹളമയവുമായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. പക്ഷേ ഹെർമിയോനി ഒറ്റയ്ക്ക് വാതിൽക്കൽ അവരെ കാത്തുനിന്നു. വളരെ ലജ്ജാകരമായ ഒരു നിശബ്ദത. പിന്നെ ആരും പരസ്പരം നോക്കാതെ താങ്ക്സ് പറഞ്ഞ് പ്ലേറ്റുകൾ എടുത്തു. പക്ഷേ ആ നിമിഷം മുതൽ ഹെർമിയോനി ഗ്രേഞ്ചർ അവരുടെ സുഹൃത്തായി. ചില അനുഭവങ്ങൾ ഒരുമിച്ച് പങ്കിടുമ്പോൾ അറിയാതെ തന്നെ ഹൃദയങ്ങൾ തമ്മിൽ അടുത്തു പോകും. 12 അടി ഉയരമുള്ള ഒരു ഭീമൻ ട്രോളിനെ വീഴ്ത്തിയത് അങ്ങനൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 11 ക്വിഡിച്ച്. നവംബർ ആയപ്പോഴേക്കും കാലാവസ്ഥ വളരെ തണുത്തു. സ്കൂളിന് ചുറ്റുമുള്ള പർവ്വതങ്ങൾ മഞ്ഞു മൂടി. തടാകം തണുത്ത് ഉരുക്ക് പോലെയായി. എല്ലാ ദിവസവും രാവിലെ നിലം തൂവെള്ളയായി. മുകളിലത്തെ നിലയിലെ ജനാലകളിൽ നിന്ന് നോക്കിയാൽ ഹാഗ്രിഡ് നീളമുള്ള മോൾസ്കിൻ ഓവർകോട്ട്, കയ്യുറകൾ, വലിയ ബീവർസ്കിൻ ബൂട്ടുകൾ എന്നിവയിൽ പൊതിഞ്ഞ് ക്വിഡിച്ച് മൈതാനത്ത് ചുരുകൾ നന്നാക്കുന്നത് കാണാമായിരുന്നു. ക്വിഡിച്ച് സീസൺ ആരംഭിച്ചിരുന്നു. ആഴ്ചകൾ നീണ്ട പരിശീലനത്തിന് ശേഷം ശനിയാഴ്ച ഹാരി തന്റെ ആദ്യ മത്സരത്തിനായി ഇറങ്ങും. ഗ്രിഫിൻഡോറും സ്ലിതറിനും തമ്മിലുള്ള മത്സരം. ഗ്രിഫിൻഡോർ വിജയിച്ചാൽ അവർ ഹൗസ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനത്തേക്ക് ഉയരും. ഹാരിയുടെ കളി ആരും കണ്ടിട്ടില്ല. കാരണം വുഡ് അവരുടെ രഹസ്യ ആയുധമായി ഹാരിയെ സൂക്ഷിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ സീക്കറായി അവൻ ഇറങ്ങുന്ന വാർത്ത എങ്ങനെയോ പുറത്തായി. ഹെർമിയോനിയെ ഒരു സുഹൃത്തായി ലഭിച്ചത് ഹാരിക്ക് ഇപ്പോൾ ശരിക്കും ഭാഗ്യമായി. അവൾ ഇല്ലായിരുന്നെങ്കിൽ തന്റെ ഹോംവർക്കുകൾ എല്ലാം എങ്ങനെ പൂർത്തിയാക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. കാരണം അവസാന നിമിഷ ക്വിഡിച്ച് പരിശീലനം എന്ന് പറഞ്ഞ് വുഡ് അവരെ നിരന്തരം കൊണ്ടുപോയിരുന്നു. അവൾ അവന് ക്വിഡിച്ച് ത്രൂ ദ ഏജസ് എന്ന പുസ്തകം കടം കൊടുത്തു. അത് വായിക്കാൻ വളരെ രസകരമായിരുന്നു. ക്വിഡിച്ച് ഫൗൾ ചെയ്യാൻ 700 വഴികളുണ്ടെന്നും 1473 ഒരു ലോകകപ്പ് മത്സരത്തിനിടെയാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും ഹാരി അതിലൂടെ മനസ്സിലാക്കി. സീക്കേഴ്സ് സാധാരണയായി ഏറ്റവും ചെറുതും വേഗതയേറിയതുമായ കളിക്കാരായിരുന്നുവെന്നും ഏറ്റവും ഗുരുതരമായ ക്വിഡിച്ച് അപകടങ്ങൾ സംഭവിക്കുന്നത് അവർക്കാണെന്നും ക്വിഡിച്ച് കളിക്കുമ്പോൾ ആളുകൾ അപൂർവമായി മാത്രമേ മരിക്കാറുള്ളൂവെങ്കിലും റഫറിമാർ അപ്രത്യക്ഷരാകുകയും മാസങ്ങൾക്ക് ശേഷം സഹാറ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തതായും ആ ബുക്കിൽ അവൻ വായിച്ചു. ഹാരിയും റോണും ട്രോളിൽ നിന്ന് തന്നെ രക്ഷിച്ചതിനാൽ നിയമങ്ങൾ ലംഘിക്കുന്നത് ഹെർമിയോനി കുറച്ചുകൂടി ലളിതമായി കാണാൻ തുടങ്ങി. അതവളെ കുറച്ചുകൂടി നല്ലവളാക്കി. ഹാരിയുടെ ആദ്യത്തെ ക്വിഡിച്ച് മത്സരത്തിന്റെ തലേ ദിവസം ഇടവേള സമയത്ത് അവർ മൂവരും തണുത്തുറഞ്ഞ മുറ്റത്തായിരുന്നു. ഒരു ജാം പാത്രത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന തിളക്കമുള്ള നീല നിറമുള്ള തീ അവൾ അവർക്ക് മുന്നിൽ മാജിക്കിലൂടെ സൃഷ്ടിച്ചു. അവർ പുറം തിരിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ചൂട് കായുന്നതിനിടെ സ്നേപ്പ് അതുവഴി വന്നു. സ്നേപ്പ് മുടന്തി നടക്കുന്നതായി ഹാരി പെട്ടെന്ന് ശ്രദ്ധിച്ചു. തീ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ നിന്ന് മറക്കാൻ ഹാരിയും റോണും ഹെർമിയോനിയും അടുത്തേക്ക് നീങ്ങി. അത് അനുവദനീയമല്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. നിർഭാഗ്യവശാൽ അവരുടെ കുറ്റബോധമുള്ള മുഖങ്ങൾ സ്നേപ്പിന്റെ കണ്ണിൽ പതിഞ്ഞു. അയാൾ മുടന്തി നടന്നു വന്നു. എന്നാൽ അയാൾ തീ കണ്ടില്ല. പക്ഷെ അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഒരു കാരണം അയാൾ കണ്ടെത്താൻ ശ്രമിച്ചു.
പോട്ടർ, എന്താ നിന്റെ കയ്യിൽ? അത് ക്വിഡിച്ച് ത്രൂ ദ ഏജസ് എന്ന ബുക്കായിരുന്നു. ഹാരി അത് അയാളെ കാണിച്ചു. ലൈബ്രറി പുസ്തകങ്ങൾ സ്കൂളിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, സ്നേപ്പ് പറഞ്ഞു. അതെനിക്ക് താ. ഗ്രിഫിൻഡോറിൽ നിന്ന് 5 പോയിന്റുകൾ. ഇയാൾ ഇപ്പോൾ ഉണ്ടാക്കിയ നിയമമാണത്. സ്നേപ്പ് മുടന്തി നീങ്ങിയപ്പോൾ ഹാരി ദേഷ്യത്തോടെ മന്ത്രിച്ചു. അയാളുടെ കാലിന് എന്ത് പറ്റിയതാകും? അറിയില്ല, പക്ഷെ അത് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു, റോൺ പറഞ്ഞു. ആ വൈകുന്നേരം ഗ്രിഫിൻഡോറിന്റെ കോമൺ റൂം വളരെ ബഹളമയമായിരുന്നു. ഹാരിയും റോണും ഹെർമിയോനിയും ഒരു ജനാലയ്ക്കരികിൽ ഒരുമിച്ചിരുന്നു. ഹെർമിയോനി ഹാരിയുടെയും റോണിന്റെയും ചാംസ് ഹോംവർക്കുകൾ പരിശോധിക്കുകയായിരുന്നു. നിങ്ങൾ എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ച് അവൾ ഒരിക്കലും അവരെ അവളുടെ ഹോംവർക്കുകൾ പകർത്താൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ അവൾ അത് വായിച്ച് അവർക്ക് ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഹാരിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. നാളെയെക്കുറിച്ചുള്ള തന്റെ മനസ്സിനെ മാറ്റാൻ ക്വിഡിച്ച് ത്രൂ ദ ഏജസ് തിരികെ കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചു. എന്തിനാണ് അവൻ സ്നേപ്പിനെ ഭയപ്പെടുന്നത്? അവൻ എഴുന്നേറ്റ് അത് തനിക്ക് തിരികെ തരാമോ എന്ന് സ്നേപ്പിനോട് ചോദിക്കാൻ പോകുകയാണെന്ന് റോണിനോടും ഹെർമിയോനിയോടും പറഞ്ഞു. നീ തന്നെ പോയിക്കോ, അവർ ഒരുമിച്ച് മറുപടി നൽകി. പക്ഷേ മറ്റ് അധ്യാപകർ കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേപ്പ് നിരസിക്കില്ലെന്ന് ഹാരിക്കൊരു ധാരണയുണ്ടായിരുന്നു. അവൻ സ്റ്റാഫ് റൂമിലേക്ക് ചെന്ന് മുട്ടി. ഉത്തരമൊന്നുമില്ല. അവൻ വീണ്ടും മുട്ടി. ഒന്നുമില്ല. ഒരുപക്ഷെ സ്നേപ്പ് ആ പുസ്തകം അവിടെ വച്ചിട്ടുണ്ടാകുമോ? ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അവൻ വാതിൽ പതിയെ തള്ളി തുറന്ന് അകത്തേക്ക് നോക്കി. അപ്പോൾ ഒരു ഭയാനകമായ കാഴ്ച അവന്റെ കണ്ണുകളിൽ പതിഞ്ഞു. സ്നേപ്പും ഫിൽച്ചും അകത്ത് ഒറ്റയ്ക്കായിരുന്നു. സ്നേപ്പ് തന്റെ കൈകൊണ്ട് തന്റെ റോബ് കാൽമുട്ടിന് മുകളിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. അയാളുടെ ഒരു കാലിൽ രക്തം പുരണ്ട് ചതഞ്ഞരഞ്ഞിരുന്നു. ഫിൽച്ച് സ്നേപ്പിന് ബാൻഡേജുകൾ നൽകുകയായിരുന്നു. നാശം, സ്നേപ്പ് പറഞ്ഞു. 3 തലകളിലും ഒരേ സമയം കണ്ണുവെക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? ഹാരി നിശബ്ദമായി വാതിലടക്കാൻ ശ്രമിച്ചു. പക്ഷേ പോട്ടർ! കാൽ മറക്കാൻ വേണ്ടി വസ്ത്രങ്ങൾ പെട്ടെന്ന് താഴെയിട്ട് സ്നേപ്പിന്റെ മുഖം കോപത്താൽ ജ്വലിച്ചു. ഹാരി ഉമിനീരിറക്കി. എന്റെ പുസ്തകം തിരികെ തരുമോ എന്ന് ചോദിക്കാൻ. പുറത്തേക്കിറങ്ങ്. സ്നേപ്പിന് ഗ്രിഫിൻഡോറിൽ നിന്ന് കൂടുതൽ പോയിന്റുകൾ നേടാനാകുന്നതിനു മുമ്പ് ഹാരി പോയി. അവൻ മുകളിലേക്ക് വേഗത്തിൽ ഓടി. കിട്ടിയോ? ഹാരി വന്നയുടൻ റോൺ ചോദിച്ചു. എന്തു പറ്റി? ഒരു ചെറിയ ശബ്ദത്തിൽ ഹാരി താൻ കണ്ടത് അവരോട് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? അവൻ ശ്വാസം അടക്കിക്കൊണ്ട് ചോദിച്ചു. ഹാലോവിൻ ദിവസം ആ 3 തലയുള്ള നായയെ മറികടക്കാൻ അയാൾ ശ്രമിച്ചു. നമ്മൾ അയാൾ അവിടേക്ക് പോകുന്നത് കണ്ടിരുന്നു. അത് കാവൽ നിൽക്കുന്നത് അയാൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബ്രൂം സ്റ്റിക്ക് ബെറ്റ് വയ്ക്കുന്നു. അയാളാണ് ട്രോളിനെ അകത്തേക്ക് കയറ്റിവിട്ടത്, ശ്രദ്ധ തിരിക്കാൻ. ഹെർമിയോനിയുടെ കണ്ണുകൾ വിടർന്നു. ഇല്ല, അദ്ദേഹം അങ്ങനെ ചെയ്യില്ല, അവൾ പറഞ്ഞു. അയാൾ അത്ര നല്ലവനല്ലായിരിക്കാം, പക്ഷേ ഡംബിൾഡോർ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം അയാൾ മോഷ്ടിക്കാൻ ശ്രമിക്കില്ല. ഓണസ്റ്റ്ലി ഹെർമിയോനി, എല്ലാ അധ്യാപകരും വിശുദ്ധരാണെന്നാണോ നീ കരുതുന്നത്? റോൺ പറഞ്ഞു. ഞാൻ ഹാരിയുടെ കൂടെയാണ്. എനിക്ക് സ്നേപ്പിനെ വിശ്വാസമേ ഇല്ല. പക്ഷെ അയാൾ എന്തായിരിക്കും അന്വേഷിക്കുന്നത്? ആ നായ എന്തിനായിരിക്കും കാവൽ നിൽക്കുന്നത്? അതേ ചോദ്യം മനസ്സിൽ കയറ്റിക്കൊണ്ടാണ് ഹാരി ഉറങ്ങാൻ കിടന്നത്. നെവിൽ ഉച്ചത്തിൽ കൂർക്കം വലിച്ചു. പക്ഷേ ഹാരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ മനസ്സ് ശൂന്യമാക്കാൻ ശ്രമിച്ചു. ഉറങ്ങണം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവന്റെ ആദ്യത്തെ ക്വിഡിച്ച് മത്സരം. പക്ഷേ ഹാരിക്ക് താൻ കാൽ കണ്ടപ്പോൾ സ്നേപ്പിന്റെ മുഖത്ത് വന്ന ഭാവം മറക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് പ്രഭാതം
വളരെ തെളിഞ്ഞതും തണുപ്പുള്ളതുമായിരുന്നു. ഗ്രേറ്റ് ഹാൾ വറുത്ത സോസേജുകളുടെ രുചികരമായ ഗന്ധവും നല്ലൊരു ക്വിഡിച്ച് മത്സരത്തിനായി കാത്തിരിക്കുന്നവരുടെ സന്തോഷകരമായ സംസാരവും കൊണ്ട് നിറഞ്ഞിരുന്നു. നീ എന്തെങ്കിലും കഴിക്ക്. എനിക്കൊന്നും വേണ്ട. ഒരു ടോസ്റ്റെങ്കിലും എടുക്ക്, ഹെർമിയോണി മന്ത്രിച്ചു. എനിക്ക് വിശക്കുന്നില്ല. ഹാരിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. 1 മണിക്കൂറിനുള്ളിൽ അവൻ മൈതാനത്തേക്ക് പോകും. ഹാരി, നിനക്ക് ശക്തി വേണം, സീമസ് ഫിന്നിഗൻ പറഞ്ഞു. സീക്കേഴ്സ് എപ്പോഴും മറ്റേ ടീമിനാൽ ആക്രമിക്കപ്പെടും. താങ്ക്സ് സീമസ്. സീമസ് തന്റെ സോസേജുകളിൽ കെച്ചപ്പ് കൂട്ടുന്നത് നോക്കി ഹാരി പറഞ്ഞു. 11 മണിയോടെ സ്കൂൾ മുഴുവനും ക്വിഡിച്ച് പിച്ചിന് ചുറ്റുമുള്ള സ്റ്റാൻഡുകളിൽ എത്തി. മിക്ക വിദ്യാർത്ഥികളുടെയും കയ്യിൽ ബൈനോക്കുലറുകൾ ഉണ്ടായിരുന്നു. സീറ്റുകൾ വായുവിൽ ഉയർന്ന നിലയിലാണെങ്കിലും ചിലപ്പോഴൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ഇപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. റോണും ഹെർമിയോണിയും നെവിൽ, സീമസ്, വെസ്റ്റ് ഹാം ആരാധകനായ ഡീൻ എന്നിവരോടൊപ്പം 1-ാം നിരയിൽ എത്തി. ഹാരിക്ക് ഒരു സർപ്രൈസ് എന്ന പോലെ അവർ സ്കാബസ് നശിപ്പിച്ച ഒരു ഷീറ്റിൽ ഒരു വലിയ ബാനർ വരച്ചിരുന്നു. അതിൽ പോട്ടർ ഫോർ പ്രസിഡന്റ് എന്ന് എഴുതിയിരുന്നു. ചിത്രരചനയിൽ മിടുക്കനായിരുന്ന ഡീൻ അതിനടിയിൽ ഒരു വലിയ ഗ്രിഫിൻഡോർ സിംഹത്തെ വരച്ചിരുന്നു. പിന്നെ ഹെർമിയോണി പെയിന്റ് വ്യത്യസ്ത നിറങ്ങളിൽ മിന്നിമറയുന്ന തരത്തിൽ ഒരു തന്ത്രപരമായ ചെറിയ ചാം അതിൽ ചെയ്തിരുന്നു. അതേസമയം വസ്ത്രം മാറുന്ന മുറിയിൽ ഹാരിയും ടീമിലെ മറ്റുള്ളവരും അവരുടെ ചുവപ്പ് നിറത്തിലുള്ള ക്വിഡിച്ച് വസ്ത്രങ്ങൾ ധരിച്ചു. സ്ലിതറിൻ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. വുഡ് നിശബ്ദതയ്ക്കായി തൊണ്ട അനക്കി. ഇതാണത്, വലിയത്, ഫ്രെഡ് വീസ്ലി കൂട്ടിച്ചേർത്തു. നമ്മളെല്ലാവരും കാത്തിരുന്നത്, ജോർജ് പറഞ്ഞു. ഒലിവറിന്റെ പ്രസംഗം ഞങ്ങൾക്ക് മനഃപ്പാഠമാണ്, ഫ്രെഡ് ഹാരിയോട് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ടീമിലുണ്ടായിരുന്നു. നിങ്ങൾ 2 പേരും മിണ്ടാതിരിക്കെ, വുഡ് പറഞ്ഞു. ഗ്രിഫിൻഡോറിന് വർഷങ്ങളായി ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ടീമാണിത്. നമ്മൾ ജയിക്കാൻ പോകുന്നു, എനിക്കറിയാം. റൈറ്റ്, സമയമായി. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ. ഫ്രെഡിനെയും ജോർജിനെയും പിന്തുടർന്ന് ഹാരി വസ്ത്രം മാറുന്ന മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. കാൽമുട്ടുകൾ വഴങ്ങുന്നില്ല. ഉച്ചത്തിലുള്ള ആർപ്പുവിളികൾ കേട്ട് അവർ മൈതാനത്തേക്ക് നടന്നു. മാഡം ഹൂച്ച് റഫറിയിങ് നടത്തുകയായിരുന്നു. അവർ മൈതാനത്തിന്റെ മധ്യത്തിൽ ഇരു ടീമുകളെയും കാത്ത് കയ്യിൽ ബ്രൂംസ്റ്റിക്കുമായി നിന്നു. ഇനി നിങ്ങളെല്ലാവരും കൂടി നല്ലൊരു ഫെയർ ഗെയിം കളിക്കണം, അവൾ പറഞ്ഞു. എല്ലാവരും അവളുടെ ചുറ്റും കൂടിയപ്പോൾ ഹാരി ശ്രദ്ധിച്ചു. അവൾ സ്ലിതറിൻ ക്യാപ്റ്റനും 5th ഇയറുമായ മാർക്കസ് ഫ്ലിന്റിനോട് പ്രത്യേകിച്ച് സംസാരിക്കുന്നത് പോലെ അവന് തോന്നി. ഫ്ലിന്റിന് ഒരു ട്രോൾ സ്വഭാവം ഉള്ളതായി ഹാരിക്ക് തോന്നി. കണ്ണിന്റെ കോണിൽ കൂടി അവൻ മുകളിൽ ഉയർന്നു പറക്കുന്ന ബാനർ കണ്ടു. ജനക്കൂട്ടത്തിന് മുകളിൽ പോട്ടർ ഫോർ പ്രസിഡന്റ് എന്ന വാക്ക് മിന്നിമറഞ്ഞു. അവന്റെ ഹൃദയം ഇടിച്ചു. അവന് കൂടുതൽ ധൈര്യം തോന്നി. ദയവായി നിങ്ങളുടെ ചൂലുകൾ നേരെ പിടിക്കൂ. ഹാരി തന്റെ നിംബസ് 2000 കയറി. മാഡം ഹൂച്ച് തന്റെ വെള്ളി വിസിൽ ഉച്ചത്തിൽ മുഴക്കി. 15 ചൂലുകൾ വായുവിലേക്ക് ഉയർന്നു പൊങ്ങി. ആ ക്വാഫിളിനെ ഗ്രിഫിൻഡോറിലെ ആഞ്ചലീന ജോൺസൺ ഉടൻ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ആ പെൺകുട്ടി നല്ലൊരു ചേസറാണ്, മാത്രമല്ല വളരെ സുന്ദരിയുമാണ്. ജോദാൻ, ഓ സോറി പ്രൊഫസർ. വീസ്ലി ഇരട്ടകളുടെ സുഹൃത്ത് ലേ ജോർദാൻ മത്സരത്തിന്റെ കമന്ററി ചെയ്യുകയായിരുന്നു. പ്രൊഫസർ മഗണാഗൽ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവൾ നന്നായി കളിക്കുന്നുണ്ട്. അലീഷ്യ സ്പിന്നറ്റിന് ഒരു മികച്ച പാസ്. ജോൺസണിലേക്ക് തിരികെ. ഓ ഇല്ല, സ്ലിതറിൻ ക്വാഫിൾ എടുത്തു. സ്ലിതറിൻ ക്യാപ്റ്റൻ മാർക്കസ് ഫ്ലിൻ ക്വാഫിൾ നേടിയത് അവൻ പോകുന്നു. ഫ്ലിന്റ് അവിടെ കഴുകനെ പോലെ പറക്കുന്നു. ഗ്രിഫിൻഡോറിന്റെ മികച്ച നീക്കത്തിലൂടെ കീപ്പർ വുഡും. ഗ്രിഫിൻഡോർ ക്വാഫിൾ എടുക്കുന്നു. അത് ഗ്രിഫിൻഡോറിന്റെ ചേസർ കാറ്റി ബെല്ലാണ്. ബ്ലഡ്ജറിനെ ഓടിക്കുന്നു. ഗോൾ പോസ്റ്റുകൾ മുന്നിലാണ്. വരൂ. ഇപ്പോൾ ആഞ്ചലീന കീപ്പർ ബ്ലച്ച്ലി ഡൈവ് ചെയ്യുന്നു, മിസ് ചെയ്യുന്നു. ഓ, ഗ്രിഫിൻഡോർ സ്കോർ ചെയ്തു.
തണുത്ത വായു. ഗ്രിഫിൻഡോർ ആഹ്ലാദത്താലും സ്ലിതറിൻസിന്റെ അലർച്ചകളും ഞരക്കങ്ങളും കൊണ്ട് നിറഞ്ഞു. അങ്ങോട്ട് മാറ്, മുന്നോട്ട് പോ. ഹാഗ്രിഡിന് തങ്ങളോടൊപ്പം ചേരാൻ മതിയായ ഇടം നൽകുന്നതിനായി റോണും ഹെർമിയോണിയും ഒരുമിച്ചൊതുങ്ങി. എന്റെ കുടിലിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു, ഹാഗ്രിഡ് ഒരു വലിയ ബൈനോക്കുലർ കഴുത്തിലിട്ട് പറഞ്ഞു. പക്ഷെ അത് ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്നതിന് തുല്യമായിരിക്കില്ല. സ്നിച്ചിന്റെ ഒരു ലക്ഷണവും ഇതുവരെ ഇല്ല, അല്ലേ? ഇല്ല, റോൺ മറുപടി നൽകി. ഹാരിക്ക് ഇതുവരെ കാര്യമായ ഒന്നും ചെയ്യാനായില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഹാഗ്രിഡ് തന്റെ ബൈനോക്കുലറുകൾ ഉയർത്തി ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. അവർക്ക് വളരെ മുകളിലായി ഹാരി ഗെയിമിന് മുകളിലൂടെ തെന്നി മാറുകയായിരുന്നു, സ്നിച്ചിന്റെ എന്തെങ്കിലും അടയാളത്തിനായി കണ്ണും നട്ടുകൊണ്ട്. ഇത് അവന്റെയും വുഡിന്റെയും ഗെയിം പ്ലാനിന്റെ ഭാഗമായിരുന്നു. സ്നിച്ചിനെ കാണുന്നത് വരെ വഴിയിൽ നിന്ന് മാറി നിൽക്കണം, വുഡ് പറഞ്ഞിരുന്നു. കളിക്കുന്നതിന് മുമ്പ് നീ ആക്രമിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഏഞ്ചലീന ഗോൾ നേടിയപ്പോൾ ഹാരി തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ 2 ലൂപ്പ് ദ ലൂപ്സ് ചെയ്തു. ഇപ്പോൾ അവൻ വീണ്ടും സ്നിച്ചിനായി ചുറ്റിത്തിരിയുകയാണ്. ഒരിക്കൽ അവൻ ഒരു സ്വർണ്ണ തിളക്കം കണ്ടു. പക്ഷെ അത് വീസ്ലിയുടെ റിസ്റ്റ് വാച്ചുകളിൽ ഒന്നിൽ നിന്നുള്ള ഒരു പ്രതിഫലനം മാത്രമായിരുന്നു. ഒരിക്കൽ ഒരു ബ്ലഡ്ജർ ഒരു പീരങ്കി പോലെ അവന്റെ നേരെ വന്നു. പക്ഷെ ഹാരി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഫ്രെഡ് വീസ്ലി അതിന്റെ പിന്നാലെ ഓടി വന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ ഹാരി? മാർക്കസ് ഫ്ലിന്റിന് നേരെ ബ്ലഡ്ജറിനെ കോപാകുലനായി അടിച്ചതിന് ശേഷം അവന് അലറാൻ സമയം കിട്ടി. സ്ലിതറിൻ കൈവശപ്പെടുത്തിയിരിക്കുന്നു, ലീ ജോർദാൻ പറയുകയായിരുന്നു. ഒരു നിമിഷം, അത് സ്നിച്ചായിരുന്നോ? ഇടതു ചെവിയിലൂടെ കടന്നുപോയ സ്വർണ്ണത്തിളക്കത്തിലേക്ക് തോളിനു മുകളിലൂടെ നോക്കുന്ന തിരക്കിൽ അഡ്രിയൻ പൂസി ക്വാഫിൾ താഴെയിട്ടപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ ഒരു പിറുപിറുപ്പ് മുഴങ്ങി. ഹാരി അത് കണ്ടു. സ്വർണത്തിന്റെ വരയ്ക്കു പിന്നാലെ വലിയ ആവേശത്തോടെ അവൻ താഴേക്ക് താണു. സ്ലിതറിൻ സീക്കർ ടെറൻസ് ഹിഗ്സും അത് കണ്ടു. എല്ലാ ചേസേഴ്സും എന്താണ് ചെയ്യേണ്ടതെന്ന് മറന്നുപോയതുപോലെ വായുവിൽ നിലകൊണ്ടു. ഹാരി ഹിഗ്സിനേക്കാൾ വേഗതയുള്ളവനായിരുന്നു. ചിറകുകൾ പറന്നുയരുന്നതും മുന്നോട്ട് കുതിക്കുന്നതുമായ ചെറിയ വൃത്താകൃതിയിലുള്ള പന്ത് അവന് കാണാൻ കഴിഞ്ഞു. അവൻ കൂടുതൽ വേഗത കൂട്ടി. ഓ! താഴെയുള്ള ഗ്രിഫിൻഡോസിൽ നിന്ന് ഒരു കോപത്തിന്റെ അലർച്ച മുഴങ്ങി. മാർക്കസ് ഫ്ലിന്റ് മനഃപൂർവ്വം ഹാരിയെ തടഞ്ഞു. ഹാരിയുടെ ചൂൽ വഴിതെറ്റി. ഹാരി ജീവന് വേണ്ടി പിടിച്ചു നിന്നു. ഗ്രിഫിൻഡോസ് ഫൗൾ എന്ന് അലറി. മാഡം ഹൂച്ച് ഫ്ലിന്റിനോട് ദേഷ്യത്തോടെ സംസാരിച്ചു. തുടർന്ന് ഗ്രിഫിൻഡോറിനായി ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഫ്രീ ഷോട്ട് ഉത്തരവിട്ടു. പക്ഷേ ഗോൾഡൻ സ്നിച്ച് വീണ്ടും കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായി. സ്റ്റാൻഡിലിരുന്ന് ഡീൻ തോമസ് അവന് പുറത്താക്ക്, റഫറി ചുവപ്പ് കാർഡ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് ഫുട്ബോൾ അല്ല ഡീൻ, റോൺ അവനെ ഓർമ്മിപ്പിച്ചു. ക്വിഡിച്ചിൽ ആളുകളെ പുറത്താക്കാൻ കഴിയില്ല, പിന്നെ എന്താണ് ഈ ചുവപ്പ് കാർഡ്? പക്ഷേ ഹാഗ്രിഡ് ഡീനിന്റെ പക്ഷത്തായിരുന്നു. ഇവർ നിയമങ്ങൾ മാറ്റേണ്ടതായിരുന്നു. ഫ്ലിന്റ് ഹാരിയെ വീഴ്ത്തിയിരുന്നേനെ. ലീ ജോർദാന് പക്ഷം പിടിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവ്യക്തവും വെറുപ്പുളവാക്കുന്നതുമായ ചതിക്ക് ശേഷം ജോർദാൻ, പ്രൊഫസർ മക്ഗൊനാഗൽ മുറുമുറുത്തു. ഞാൻ ഉദ്ദേശിച്ചത് ആ മോശവും മ്ലേച്ഛവുമായ ഫൗളിന് ശേഷം. ജോർദാൻ, വേണ്ട. ശരി ശരി. ഫ്ലിന്റ് ഗ്രിഫിൻഡോർ സീക്കറെ കൊല്ലാൻ പോകുന്നു. അത് ആർക്കും സംഭവിക്കാം, എനിക്കുറപ്പുണ്ട്. അതിനാൽ ഗ്രിഫിൻഡോറിന് ഒരു പെനാൽറ്റി ലഭിച്ചു. ഹാരി തന്റെ തലയ്ക്ക് മുകളിലൂടെ അപകടകരമായി കറങ്ങിക്കൊണ്ടിരുന്ന മറ്റൊരു ബ്ലഡ്ജറിനെ തട്ടിമാറ്റിയപ്പോഴാണ് അത് സംഭവിച്ചത്. അവന്റെ ചൂലിന് പെട്ടെന്ന് ഭയാനകമായ ഒരു ചാഞ്ചാട്ടം. ഒരു നിമിഷം താൻ വീഴാൻ പോകുകയാണെന്ന് അവന് തോന്നി. അവൻ തന്റെ 2 കൈകളും കാൽമുട്ടുകളും ഉപയോഗിച്ച് ചൂലിൽ മുറുകെ പിടിച്ചു. അങ്ങനെയൊന്നും മുമ്പൊരിക്കലും അവന് തോന്നിയിട്ടില്ല. വീണ്ടും അത് സംഭവിച്ചു. ചൂലവനെ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നത് പോലെ. പക്ഷേ ഒരു നിംബസ് 2000ഉം ഇതുപോലെ പെരുമാറിയിട്ടില്ല. ഹാരി ഗ്രിഫിൻഡോർ ഗോൾ പോസ്റ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു. അവന് വുഡിനോട് ടൈം ഔട്ട്
വിളിക്കാൻ പറയണമെന്ന് തോന്നി. അപ്പോഴാണ് തൻ്റെ ചൂൽ പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിലല്ലെന്ന് അവന് മനസ്സിലായത്. അവനത് തിരിക്കാനായില്ല. അവനത് നേരെയാക്കാൻ കഴിഞ്ഞില്ല. അത് വായുവിലൂടെ വളഞ്ഞു പുളഞ്ഞു. ഇടയ്ക്കിടെ അക്രമാസക്തമായ ചലനങ്ങൾ നടത്തി. അതേതാണ്ട് അവനെ അമ്പരപ്പിച്ചു. ലീ അപ്പോഴും കമന്ററി പറയുകയായിരുന്നു. സ്ലിതറിൻസ് ആർപ്പു വിളിച്ചു. ഹാരിയുടെ ചൂൽ വിചിത്രമായി പെരുമാറുന്നത് ആരും ശ്രദ്ധിച്ചതായി തോന്നുന്നില്ല. അത് അവനെ പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോയി കളിയിൽ നിന്നും അകറ്റി. കുലുങ്ങിയും ഇളകിയും നീങ്ങി. ഹാരി ഇതെന്താണ് ചെയ്യുന്നത്? ഹാഗ്രിഡ് പിറുപിറുത്തു. അയാൾ തന്റെ ബൈനോക്കുലറിലൂടെ നോക്കി. എനിക്കറിയില്ല, ഹാരി ചൂലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട പോലെയാണ് അവൻ പെരുമാറുന്നത്. പക്ഷേ പെട്ടെന്ന് സ്റ്റാൻഡിൽ ഉടനീളമുള്ള ആളുകൾ ഹാരിയുടെ നേരെ ചൂണ്ടി. അവന്റെ ചൂൽ ഉരുണ്ടു കൂടാൻ തുടങ്ങി. അവന് പിടിച്ചു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആൾക്കൂട്ടം മുഴുവൻ ഭയന്നു. ഹാരിയുടെ ചൂൽ ഒരു വന്യമായ കുലുക്കം കുലുങ്ങി. ഹാരി അതിൽ നിന്ന് തെറിച്ചു വീണു. ഇപ്പോൾ അവൻ അതിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു, ഒരു കൈ മാത്രം പിടിച്ച്. ഫ്ലിന്റ് അവനെ ഇടിച്ചപ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചോ? സീമസ് ചോദിച്ചു. അങ്ങനൊന്നും സംഭവിക്കില്ല, ഹാഗ്രിഡ് വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. ശക്തമായ ഡാർക്ക് മാജിക് അല്ലാതെ മറ്റൊന്നിനും ഒരു ചൂലിനെ നിയന്ത്രിക്കാനാവില്ല. ഒരു കുട്ടിക്ക് ഒരു നിംബസ് 2000-നെ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോ ആയി ചെയ്യാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.